കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോടുകൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൈറ്റ് ബി ഏബിൾ ടു, മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഏറ്റവും ആദ്യം നമുക്ക് ഈ സെന്റൻസ് വായിക്കാം. ഐ മൈറ്റ് ബി ഏബിൾ ടു സിംഗ് ദിസ് ഈവനിങ്. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് പാടാൻ സാധിച്ചേക്കാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഈ സെന്റൻസിൽ ഒരു പക്ഷേ എന്ന ഇഫക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മൈറ്റ് എന്ന മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധിക്കുക എന്ന ഇഫക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി ക്യാനിന് പകരം ബി ഏബിൾ ടു എന്ന ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ഒരേ സെന്റൻസിൽ മൈറ്റ്, ക്യാൻ എന്നീ 2 മോഡൽ ഓക്സിലറി വെർബ്സും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ക്യാനിന് പകരം ബി ഏബിൾ ടു എന്ന ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് ഇന്ന് വൈകുന്നേരം പാടാൻ സാധിച്ചേക്കാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ സാധിക്കുക എന്ന മീനിങ് ലഭിക്കുന്നതിന് വേണ്ടി ക്യാൻ വേണം, ഒരു പക്ഷേ എന്ന മീനിങ് ലഭിക്കുന്നതിന് വേണ്ടി മൈറ്റ് വേണം. അപ്പൊ രണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ക്യാനിന് പകരം ബി ഏബിൾ ടു എന്ന ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബി ഏബിൾ ടു, ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. സിംഗ് എന്ന വെർബ് ചേഞ്ച് ചെയ്ത് 500 വെർബുകൾ നമുക്ക് അറിയാമെങ്കിൽ 500 സെന്റൻസുകൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇത്തരം കുറെ സെന്റൻസുകൾ പരിചയപ്പെടാം. ഐ മൈറ്റ് ബി ഏബിൾ ടു സിംഗ് ദിസ് ഈവനിങ്. ഐ മൈറ്റ് ബി ഏബിൾ ടു സിംഗ് ദിസ് ഈവനിങ്. ഐ മൈറ്റ് ബി ഏബിൾ ടു റീച്ച് ദെയർ ഇൻ ടൈം. ഐ മൈറ്റ് ബി ഏബിൾ ടു റീച്ച് ദെയർ ഇൻ ടൈം. ഒരു പക്ഷേ എനിക്ക് അവിടെ നേരത്തെ എത്താൻ സാധിച്ചേക്കാം. I might be able to reach there in time. I might be able to pay the amount next week. I might be able to pay the amount next week. ഒരു പക്ഷേ അടുത്ത ആഴ്ച എനിക്ക് എമൗണ്ട് അടയ്ക്കാൻ സാധിച്ചേക്കാം. I might be able to pay the amount next week. എമൗണ്ടിന് മുൻപ് ദി എന്നാണ് ഉച്ചരിക്കേണ്ടത്. I might be able to pay the amount next week. They might be able to come here next week. They might be able to come here next week. ഒരു പക്ഷേ അവർക്ക് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാൻ സാധിച്ചേക്കാം. They might be able to come here next week. സബ്ജക്ട്സ് ചേഞ്ച് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നും സെന്റൻസിൽ വരുന്നില്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We might be able to book the tickets today. We might be able to book the tickets today. ഇനി നമുക്ക് ഈ സെന്റൻസ് എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ സാധിക്കുക എന്ന് നോക്കാം. I might not be able to sing this evening. I might not be able to sing this evening. ഇവിടെ നമ്മൾ സെന്റൻസ് നെഗറ്റീവ് ആക്കുന്നതിന് വേണ്ടി മൈറ്റ് എന്നതിന് ശേഷം നോട്ട് ആഡ് ചെയ്തിരിക്കുന്നു. മൈറ്റ് നോട്ട്. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് പാടാൻ സാധിക്കില്ല എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് പാടാൻ സാധിക്കില്ല. I might not be able to sing this evening. I might not be able to sing this evening. I might not be able to reach there in time. I might not be able to reach there in time. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം പരിചയപ്പെടാം. ടോം ഒരുപക്ഷെ ഇന്നലെ പാചകം ചെയ്തിട്ടുണ്ടാകാം എന്ന് എങ്ങനെ ചോദിക്കാം എന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സെന്റൻസ് ആണ് ശരി. ടോം മൈറ്റ് ഹാവ് കുക്ക്ഡ് യെസ്റ്റർഡേ. ഒരു പക്ഷേ ടോം ഇന്നലെ പാചകം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ടോം മൈറ്റ് ഹാവ് കുക്ക്ഡ് യെസ്റ്റർഡേ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ടോം ഇന്നലെ ഒരു പക്ഷേ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും? Tom might be at home yesterday. Tom might have been at home yesterday. Tom was at home yesterday. ടോം ഒരുപക്ഷെ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നിട്ടുണ്ടാകാം എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നല്ലൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും നമ്മൾ നൽകുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.